നമുക്ക് സംസാരിക്കണം. എൻ്റെ ഭഗവാനെ, എൻ്റെ ദൈവമേ, നീ എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല. നാളെ നിന്നോട് സംസാരിച്ചിട്ടേ അവിടുന്ന് പോകത്തുള്ളൂ. ശരിക്കും കേൾക്കാം പെണ്ണിൻ്റെ സൗണ്ട്. നാളെ എന്നോട് സംസാരിക്കാൻ നീ റെഡിയാണോ? എൻ്റെ ദൈവമേ, റെഡിയാണോ? അമ്മ മിസ് ചെയ്യുന്നുണ്ടോ? സൗണ്ട് അല്ല എനിക്ക് കേൾക്കണ്ടേ. നിനക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുമോ? നിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം കാണിക്കാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? എൻ്റെ ദൈവമുണ്ടോ തന്നെ പോകുന്നത്? എന്തു ചെയ്ത നീ? വെൽക്കം ടു ഡെയറിങ് സൂര്യ. സോ ഗൈസ്, ഇന്നലെ നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണും. ഇന്നലെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടു കാണും. ഇന്നലെ നടന്ന സംഭവത്തെക്കുറിച്ചുള്ള വീഡിയോസ് ആയിരുന്നു അതിലുള്ളത്. സോ എന്താണ് ഇവിടെ ഉള്ള കാര്യങ്ങളും എന്താണ് സംഭവം എന്നുള്ളതൊക്കെ ഞാൻ ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. അത് കണ്ടിട്ട് കാണാത്തവർ കണ്ടിട്ട് ഈ വീഡിയോ കാണുക. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു വീഡിയോ. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇവിടെയുള്ള ആ ഒരു പെൺകുട്ടിയുടെ ഒരു ആത്മാവിനോട് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. ഇന്ന് എന്നോട് അത് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സംസാരിച്ച് നോക്കാം, അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം എന്താണ് സംഭവമെന്നും. സോ ഈ ഒരു പ്രോപ്പർട്ടിയിൽ കുറേയധികം ഇഷ്യൂസൊക്കെ ഉണ്ട്. അത് ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. കണ്ടു നോക്കുക. ഇതെല്ലാം തന്നെ ഒരു സൊല്യൂഷൻ കിട്ടുന്നുണ്ടോ ഇല്ലെന്നോ നോക്കാം. അതിലുപരി വന്നിട്ട് എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചതെന്നും അറ്റ്ലീസ്റ്റ് ആ കുട്ടിയുടെ പേരെങ്കിലും അറിയാൻ പറ്റുമെങ്കിൽ വളരെ സന്തോഷം. സോ ട്രൈ ചെയ്ത് നോക്കാം. അതിന് ഞാനിവിടെ ഹോജാബോർഡാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിലുപരി വന്നിട്ട് അല്ലാതെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം. അതിലുപരി വന്നിട്ട് ഈ ഒരു സംഭവം കൂടി ഒന്ന് വെച്ച് കണക്ട് ചെയ്ത് ഒരു മീഡിയേറ്ററായിട്ട് ഹോജാബോർഡ് ഇരിക്കട്ടെ. സോ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം. സമയം ഇപ്പോൾ ഏകദേശം ഒരു മണി ആയിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. 1 മണി ആയിട്ടുണ്ട് സമയം. കറക്റ്റ് സമയമാണ്. ഓക്കെ ഗൈസ്, എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത് ഈ സമയത്ത് ഇപ്പോൾ ആ ഗോസ്റ്റ് ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സോ അതെന്താ പ്രശ്നം ചോദിച്ചു നോക്കാം. ഇന്നലെ ഞാൻ എന്നോട് സംസാരിച്ച ആ ഒരു പ്രേതം, ആ പെൺകുട്ടിയുടെ ആ ഒരു പ്രേതം വന്നിട്ട് ഇപ്പോഴും ഈ ഒരു വീട്ടിലുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓജാ ബോർഡ് ത്രൂ എന്നോട് നിങ്ങൾക്ക് സംസാരിക്കാം. ഈ വീട്ടിൽ ഇപ്പോൾ ഈ റൂമിനകത്ത് എൻ്റെ അടുത്ത് തന്നെ ആ ഒരു പെൺകുട്ടിയുടെ ആത്മാവ്, ആ പ്രേതം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. സോ ഇതൊരു മീഡിയേറ്ററായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിൽ വന്നിട്ട് എസ് എന്ന് പറയുന്ന അതിലോട്ട് ഈ ഒരു കോയിൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ മൂവ് ചെയ്യിപ്പിക്കാം. നിങ്ങൾക്ക് ഇവിടെ ഉണ്ടെന്നുള്ളത് നിങ്ങളെ അറിയിക്കാനാണെങ്കിൽ. ഇപ്പോൾ സൗണ്ട് കേട്ടായിരുന്നു. പക്ഷെ അതായത് എനിക്ക് വന്നിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് ഇന്നലെ സൗണ്ട് കേട്ടായിരുന്നു. എനിക്ക് ഇന്ന് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരമാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കോയിൻ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? സൗണ്ട് വിട്, ഈ കോയിൻ ഒന്ന് നിങ്ങൾക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഈ പറഞ്ഞ എസ്സിലോട്ട് നിങ്ങളിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കോയിൻ എസ്സിലോട്ടൊന്ന് മൂവ് ആക്കണം.
നിങ്ങളോട് ഇല്ലേ ഇപ്പോൾ? നിങ്ങളിപ്പോൾ ഇവിടെ ഇല്ലയോ? സൗണ്ടല്ല എനിക്ക് വേണ്ട, എനിക്കിത് ഈ കോയിന്ന് മൂവ് ചെയ്യിപ്പിക്കണം എസ്സിലോട്ട്. നിങ്ങളെ കൊണ്ട് പറ്റുമോ? അതോ ഈ കോയിൻ മൂവ് ചെയ്യിപ്പിക്കാനുള്ള എനർജി നിങ്ങൾക്കില്ലയോ? ചെറിയൊരു ഒരു പെൺകുട്ടിയുടെ പ്രേതം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു എനർജി ഇല്ലയോ, ആ ഒരു പവർ ഇല്ലയോ? അതുകൊണ്ടാണ് ഈ കോയിൻ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റാത്തത്. ആണെങ്കിൽ ഒരു മൂളുന്ന സൗണ്ട്, എസ് എന്ന് പറയുന്ന രീതിയിലൊരു ഹമ്മിങ് സൗണ്ട് കേൾപ്പിക്കാൻ പറ്റും. സൗണ്ട് കേട്ടപ്പോൾ അത് തന്നെ സംഭവം നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്ത് തന്നെ. അത് വന്നിട്ട് ഒരു പെൺകുട്ടിയുടെ പ്രേതമാണെന്ന് തോന്നുന്നു. അതിപ്പോൾ കൺഫേം ചെയ്യാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തീരെ പവറില്ല, എനർജി ഒട്ടും ഇല്ല അതിന്. അതുകൊണ്ടാണ് അത് വന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ സൗണ്ടുകൾ ഉണ്ടാക്കുന്ന ഈ ഓജ ബോർഡുമായിട്ട് ഒരു മീഡിയേറ്ററായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ എസ് എന്നാണ് പറഞ്ഞത്, ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഐ മീൻ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിലാണ് സംസാരിച്ചത് ഇപ്പം പറഞ്ഞത്. വീണ്ടും ആ അലമാരിക്കകത്ത് സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നത്. ശരിക്കും ഫോക്കസ് ആവുന്നില്ല അവിടെ. നിങ്ങൾക്ക് കാണാം, ഇപ്പം എങ്ങനെ കാണിക്കുക ഗൈസ്, ശരിക്കും അവിടെ ഫോക്കസ് ആവുന്നില്ല. ആ ഒരു ഏരിയ മാത്രം, ആ അലമാരയുടെ ഏരിയ മാത്രം. നിങ്ങളിപ്പോൾ അലമാരിക്കകത്താണുള്ളത്? എൻ്റെ ദൈവമേ, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാമോ ഈ ഓജ ബോർഡ് മൂലം? ഇതൊരു മീഡിയേറ്ററായിട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാമോ? എന്തോ പറയുന്നേ? പറ്റുമോ ഇല്ലയോ? ഇല്ലെന്നാണോ പറയുന്നേ? സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നു ഗൈസ്. നിങ്ങൾ ശ്രദ്ധിച്ചു വന്നിട്ട് വീഡിയോ കാണുക. നന്നായിട്ട് സൗണ്ട് ഫുൾ വോളിയം കൂട്ടി വെച്ച് നോക്കുക. മെയിനായിട്ട് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക. സൗണ്ട് കേൾക്കുന്നവരെല്ലാം തന്നെ താഴെ മെൻഷൻ ചെയ്യുക സൗണ്ട്. നിന്റെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നിന്നോട് സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ വെയിറ്റ് ചെയ്തത് തന്നെ. നീയും ഇന്നലെ അത് യെസ് എന്ന് പറഞ്ഞാ, റെഡി എന്ന് പറഞ്ഞതാ. ഞാൻ അതാണ് വെയിറ്റിങ്. സോ പ്ലീസ്, ഒന്നെങ്കിൽ എനിക്ക് ഈ ഓജ ബോർഡ് മൂലമോ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് എനിക്ക് നേരിട്ടൊരു ഉത്തരമോ നിങ്ങൾക്ക് നിന്നെ കൊണ്ട് പറയാൻ സാധിക്കണം. കാരണം അതിനാണ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തത്. നീ റെഡി എന്ന് പറഞ്ഞതാണ്. ഓക്കെ ആണോ? ഗൈസ്, ഇപ്പോൾ തന്നിട്ട് ശരി എന്ന രീതിയിലാണ് ഇപ്പോൾ സൗണ്ട് കേൾപ്പിക്കുന്നത്. ഇവിടും സൗണ്ട് കേൾക്കുന്നുണ്ട്, അപ്പുറത്തും സൗണ്ട് കേൾക്കുന്നുണ്ട് ഒരേ സമയം. സോ നമുക്ക് എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. നിനക്ക് എത്ര ഏജ് ഉണ്ട്, പ്രായം? നിന്റെ പ്രായം ഒന്ന് പറയാൻ പറ്റുമോ? നിന്റെ പ്രായം ഒന്ന് പറയാൻ പറ്റുമോ? നിന്റെ പ്രായം ഒന്ന് പറയാൻ പറ്റുമോ? ഈ ഓജ ബോർഡിൽ 1 തൊട്ട് 9 വരെയുള്ള സംഖ്യകളുണ്ട്, 0 ഉണ്ട്. നിനക്ക് നിന്റെ ഏജ് ഒന്ന് പറയാൻ പറ്റുമോ? നിനക്ക് എത്ര ഉണ്ട് പ്രായം എന്നുള്ളത്? ഈ കോയിന് ആ ഒരു സംഖ്യയിലോട്ട് മൂവ് ചെയ്യിപ്പിച്ചാൽ മതി. സൗണ്ട് അല്ല എനിക്ക് കേൾക്കണ്ടേ, നിനക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുമോ? അത് തന്നെയല്ല ഞാൻ ചോദിക്കുന്നേ. അപ്പം എനിക്ക് ഇത് ത്രൂ എന്നോട് സംസാരിച്ചു വിട്ടെ നിങ്ങൾക്ക്.
നീ വന്നിട്ട് വെറും ഒരു സൗണ്ട് മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ, ഒരു ഹമ്മിങ് സൗണ്ട് പോലത്തെ. അത് വെച്ചിട്ട് എനിക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എനിക്കറിയത്തില്ല അതിൻ്റെ സൈൻ, നിൻ്റെ സൈൻ ആണോ അത്, ഞാൻ നിങ്ങളുടെ ലോകത്തെ ആ ഒരു സൈൻ ലാംഗ്വേജ് ആണോ അതൊന്നും എനിക്കറിയില്ല. ഞങ്ങൾക്കത് അറിയത്തില്ല, എനിക്കത് അറിയത്തില്ല. അതുകൊണ്ട് ഞാനിപ്പം നിന്നോട് സംസാരിക്കുന്ന രീതി എങ്ങനെയാണോ അതുപോലെ നിനക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുമോ ഇല്ലയോ? ദേഷ്യപ്പെടാൻ വേണ്ടി ചോദിക്കുന്നതല്ല ഇത്, ദേഷ്യപ്പെടരുത്. ഒരു കുടുംബത്തിൻ്റെ ഫുൾ സ്വത്താണിത്, ഇതിനെയാണ് ഈ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ അവസാനമായിട്ട് ചോദിക്കുക, നിന്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഈ ഓജാ ബോർഡ് ത്രൂ നിനക്ക് ഈ കോയിനൊന്ന് മൂവ് ചെയ്യിപ്പിച്ച് കാണിക്കാൻ പറ്റുമോ? നിന്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം. സൗണ്ടല്ല എനിക്ക് വേണ്ടത്, ഈ കോയിൻ എന്നെ കൊണ്ട് മൂവ് ചെയ്യിപ്പിച്ച് എനിക്ക് നിന്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഒന്ന് എത്തിച്ച് കാണിക്കാവോ? ഏതാണെന്നുള്ളത് പറയാവോ? എൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം. നിന്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം കാണിക്കാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? തന്നെ മൂന്നത് എന്തു ചെയ്യുന്നു നീ? ഗൈസ്, എന്താ ഡോറിൻ്റെ ആ പീടി ഉണ്ടല്ലോ, ഹാൻഡിൽ തന്നെ മൂവ് ആവുന്നു. അപ്പുറത്തു നിന്നാണ് തോന്നുന്നത് എന്നിട്ട് ഇത് ചെയ്യുന്നത്, ഐ മീൻ തുറക്കാൻ ശ്രമിക്കുന്നത്. അത് ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് സൗണ്ട് കേട്ട് അങ്ങനെ അപ്പുറത്ത് പോയതിപ്പോൾ. കൊച്ചു കുട്ടികളാണ് നീ. ഗൈസ്, അവിടെ ഒരു ബലൂൺ കിടപ്പുണ്ടായിരുന്നില്ല, ശ്രദ്ധിച്ചായിരുന്നോ? ആ ബലൂണ സൗണ്ട് ഇപ്പൊ കേൾക്കുന്നത്. ക്ലിയർ ആയിട്ട് സൗണ്ട്, ക്ലിയർ ആയിട്ട്. സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാം, ഭയങ്കര ക്ലിയർ ആയിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. സോ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുമോ? നീ ഒരു കൊച്ചു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിനക്കിപ്പോൾ ഈ ഒരു കഥകിൽ വന്നിട്ട് ഒന്ന് അടിക്കാം. എൻ്റെ ദൈവമേ, നിനക്ക് ഇതിനൊക്കെ പവർ ഉണ്ടല്ലോ, പിന്നെന്താ എന്നോട് ആ ഒരു ഓജാ ബോർഡ് വെച്ചിട്ട് എനിക്ക് എന്തിനാ കഥ കൂട്ടുന്നേ? ഹലോ, കേട്ടില്ല, എന്ത് പറഞ്ഞേ?
നീ പറയുന്നത് എനിക്ക് വ്യക്തമാകുന്നില്ല. അമ്മേന്നാണ് ഇപ്പൊ കരഞ്ഞേ? അമ്മേന്നാണ് ഇപ്പൊ കരഞ്ഞേ? ഗൈസ്, അത് അമ്മയെന്നാണ് കരയുന്നെന്ന് തോന്നുന്നു. ക്ലിയർ ആയിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ട് അമ്മയെന്നാണ് തോന്നുന്നു കരയുന്നത്. എന്തോന്നെടുത്തു, ഒന്നും കിട്ടിയതുമില്ല. ഇത്ര നേരം സംസാരിച്ചിട്ട് അതിനോട് സംസാരിച്ചിട്ട് ഇതുവരെ എനിക്കൊന്നും കിട്ടിയില്ല. കൊച്ചു കുട്ടിയാണെന്നുള്ളത് മനസ്സിലായി. ബട്ട് പേരെന്താണെന്നുള്ളതോ ഏജ് എന്താണെന്നുള്ളതോ എന്തിനെവിടെ വന്നതെന്നുള്ളതോ ഒന്നും പിടുത്തം കിട്ടുന്നില്ല. സോ എനിക്ക് ഇതിന് മേലെ എന്ത് ചെയ്യണമെന്നുള്ള എനിക്കറിയത്തില്ല. എനിക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ. ഇത്ര നേരം ഞാൻ അങ്ങനെ ഇന്നലെ ഇന്ന് ഈ 2 ദിവസം തന്നെ. സോ എനിക്ക് നിങ്ങളുടെ എൻ്റെ ഫേസ് അറിയാം, എനിക്ക് ആ ഒരു ടയർഡ്നെസ് മനസ്സിലായി കാണുമായിരിക്കും കാണുമ്പോൾ തന്നെ. കാരണം ഉറക്കുന്ന സാധനമില്ല 2 ദിവസമായിട്ട്. ഇന്നലെ ഇല്ല, ഇന്നും ഇല്ല. കംപ്ലീറ്റ് തീർന്നു. ഇപ്പോൾ തന്നെ 1 മണി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി അങ്ങോട്ട് ഉറക്കം കാണത്തില്ല കംപ്ലീറ്റ് ആയിട്ട്. ഈ ഒരു ബിൽഡിങ്ങിനകത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന പറയുമ്പോഴത്തേക്കും ആലോചിച്ച് നോക്കും, ഇത്ര വലിയൊരു കെട്ടിടത്തിനകത്ത്. പക്ഷെ ഞാൻ പുറത്തുനിന്ന് പോയി കാണിക്കുന്നില്ല, അത് കുറച്ച് ഇതുണ്ട്, അതുകൊണ്ടാണ്. ബട്ട് അകത്തുനിന്ന് കേട്ടോ, സൗണ്ട് കേട്ടോ. അമ്മേന്നാ കരയുന്നത് ക്ലിയർ ആയിട്ട്. അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ? അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ നീ? നിനക്ക് എന്ത് സംഭവിച്ചേ? നീ എങ്ങനെ മരിച്ചത്? എങ്ങനെ മരിച്ചെന്നല്ലേ ചോദിച്ചുള്ളൂ. എന്താ ദേഷ്യപ്പെടുന്നേ? ഇപ്പം അപ്പുറത്ത് സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് ഇടിക്കുന്ന സൗണ്ട് ഇപ്പം കേട്ടത്. ഇപ്പം കുറച്ച് കൂടുതൽ സൗണ്ട് കേട്ടു. ഞാൻ ഓരോ കൂടെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് അകത്തുനിന്ന് കരയും സൗണ്ട് കേട്ടു. ഇപ്പോൾ അതോടും സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങൾക്കും അത് വന്നിട്ട് ആ ഒരു കൺഫ്യൂഷൻ കാണുമായിരിക്കും. ഇത്രയും മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ട് പോയി നിൽക്കുന്ന ഗോസ്റ്റ് വന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് വന്നിട്ട് റിയലായിട്ട് കാണാൻ പറ്റുന്നില്ല. സോ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ട് കണ്ടു കാണുമായിരിക്കും, നൈറ്റ് വിഷൻ ക്യാമറയിൽ ക്യാപ്ചർ ആയത്. അത് എക്സ്ട്രീം ആയിരുന്നു. ഞാൻ പകലാണ് ആ ഫുട്ടേജ് എടുത്ത് നോക്കിയത്. അത് വന്നിട്ട് ഒരു കറുത്തൊരു കളറാണ് കണ്ടത്. അത് മുടിയാണോ അതോ അതിൻ്റെ രൂപമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഒരു കറുത്ത കളറാണ് കണ്ടത്. ആൾമോസ്റ്റ് മുടിയായിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത്. സോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, അത്രയും ഉണ്ട് മുടി ഇപ്പോഴും. അതിന് എന്താണ് സംഭവിച്ചത് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നിന്റെ ജീവിതം കഴിഞ്ഞു. നിന്റെ ജീവിതം കംപ്ലീറ്റ് കഴിഞ്ഞു. നിനക്ക് നിങ്ങളുടെ അമ്മയെ കാണാൻ പറ്റില്ല. വെറുതെങ്ങനെ പൊട്ടി? ഇനിയാ വെറും പൊട്ടിച്ചേ? കരയില്ല പ്ലീസ്. കരയരുത്. എന്താണ് ചെയ്യാ? എൻ്റെ ദൈവമേ, കരയുന്നുണ്ടത്. ലോക്ക് ചെയ്തേക്കുക, അപ്പുറത്ത് ലോക്ക് ചെയ്തേക്കുക. ഇങ്ങനെ കരയില്ല കേട്ടോ.
നീ കാരണമല്ലേ അവരിത്ര ബുദ്ധിമുട്ടുന്നേ. അതുകൊണ്ടല്ലേ ഞാൻ ഈ പറയുന്നേ. അവർക്ക് എന്തിനു വെറുതെ ഇത്ര ബുദ്ധിമുട്ട് കൊടുക്കുന്നേ? നീ ആരാന്ന് പോലും അവർക്ക് അറിയത്തില്ല. ഈ സ്ഥലവും നിനക്കുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അവരെ ബുദ്ധിമുട്ടിക്കരുത് ദൈവത്തെ ഓർത്ത്. കരയരുത്. ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് നിനക്ക് മനസ്സിലായി കാണുമായിരിക്കും. നിന്റെ ബുദ്ധിമുട്ട്, നിന്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായി. ബട്ട് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ ജീവിതം കഴിഞ്ഞു, നിന്റെ ജീവിതം തീർന്നു. ഇത്രേ ഉള്ളൂ നിന്റെ ലൈഫ്. സോ കരയരുത്. ഇവിടെയുള്ള ആർക്കും ബുദ്ധിമുട്ട് വരാൻ പാടില്ല. ഒരു ഉപദ്രവം ചെയ്യരുത്. നമുക്കത് പെട്ടെന്ന് ഫീലാവും. കാരണം എത്ര ഏജ് ആണെന്ന് എനിക്കറിയില്ല. ബട്ട് ആ ഒരു പെൺകുട്ടി കരയുന്ന സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊരുമാതിരി ഇതാവുന്നുണ്ടല്ലോ. അതിപ്പോൾ എങ്ങനെ പറയാതിപ്പോൾ. ബട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കെന്നല്ല, ആരെക്കൊണ്ടും, ലോകത്തുള്ള ഒരാളെ കൊണ്ടും മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഫാക്ട്. ബട്ട് നമുക്ക് ചുമ്മാ പറയാം, ഞാൻ അത് ചെയ്തുതരാം, ഞാൻ ഇത് ചെയ്തുതരാം എന്നുള്ളതൊക്കെ. ചിലപ്പോൾ ചിലത് കൊണ്ട് സാറ്റിസ്ഫൈ ആകാതിരിക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാം. അത് എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്ക് ഐഡിയ ഇല്ല. ബട്ട് ഇതിൻ്റെ കഥ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇനി അവരെ ഉപദ്രവിക്കരുത്. ഇപ്പം എങ്ങനെയാണോ സൈലൻ്റായിട്ടിരിക്കുന്നത്, ഇതുപോലെ തന്നെ സൈലൻ്റായിട്ട് നീ സ്ഥലം വിട്ട് പോയിക്കോ. അതാണ് നിനക്ക് നല്ലത്, എല്ലാവർക്കും നല്ലത്. നീ പേടിക്കാതെ എനിക്കിവിടെ കിടക്കാമല്ലോ. ഓക്കെ ഗൈസ്, ഇത്രയുള്ള വീഡിയോ. ഞാൻ ഇതിൽ വീഡിയോ വന്നിട്ട് നിർത്തുവാണ്. ഇതിലുപരി വന്നിട്ട് ഇവിടെ ഒന്നും ഇല്ല. ഇപ്പം നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ആ ഡോറും എനിക്ക് തുറന്നകത്ത് പോകാൻ പറ്റുന്നില്ല, ലോക്കഡാണ്. സോ പോയാലും അകത്തൊന്നും കാണാൻ പോകുന്നില്ല. അതാണ് ഫാക്ട്. സോ ഇത്രയും വീഡിയോ കണ്ടില്ലയോ? സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വന്നിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. എന്താണ് സംഭവിച്ചെന്നുള്ളതും നിങ്ങൾക്ക് തോന്നിയ നിങ്ങളുടെ തോട്ട്സ് വന്നിട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. കാരണം ഓരോരുത്തർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയനും കാഴ്ചപ്പാടുകളായിരിക്കും ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ. സോ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവർ മൊത്തം പറഞ്ഞിരിക്കുന്നത്. വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് അത് കമൻറ്റ് സെക്ഷനിൽ പറയുക. ഓക്കെ ഗൈസ്, ഇതോടുകൂടി ഇതെല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്നു. അറിയില്ല, തീർന്നെങ്കിൽ അവൻ്റെ ലക്ക്, ഇല്ലെങ്കിൽ ഇത് പോയി, ഈ ബിൽഡിംഗ് പോയി. എത്രയോ ബിൽഡിംഗ് നമ്മളെ കണ്ടേക്കുന്നു, തരിപ്പണമായി കിടക്കുന്നു, എത്രയോ ബിൽഡിംഗ് കെട്ടിടങ്ങളും. ഓക്കെ ഗൈസ്, അടുത്തൊരു പോസ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ സേഫ് ഗൈസ്.